الله وبركاته. والصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا كلة حيلتنا أدركنا يا رسول الله. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ കർമ്മനിരതരായ പ്രവർത്തകരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സംഘടനാ സാമൂഹിക പ്രവർത്തകരെ, എൻ്റെ പഴയകാല സംഘടനയുടെ ഈ വിഷയം ശ്രദ്ധിക്കാൻ വന്ന സുഹൃത്തുക്കളെ, വിശാലമായ കൃത്യമായ അവലോകനം ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും സത്താർ സാഹിബ് നിർവഹിച്ചു. സലക്ഷ്യം വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ദാരിമി ഉസ്താദിനൂടെ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചില അനുഭവങ്ങൾ മാത്രം പങ്കുവച്ച് വിടവാങ്ങാം. വളരെ കൃത്യമായി കാര്യങ്ങൾ വേർതിരിച്ച് ജനങ്ങൾ മനസ്സിലാക്കി വരുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ആധികാരികമായ ഇസ്ലാമിക പ്രസ്ഥാനം ഏതെന്ന ചോദ്യത്തിന് ആരും പറയാതെ കാലത്തിന്റെ കറക്കുസൂചി തന്നെ കൃത്യമായി അടയാളങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശരീരവും ആത്മാവും വിശുദ്ധരാണ്, വിശുദ്ധരായവരാണ് സയ്യിദുമാർ. ആ സയ്യിദുമാരാണ് കാലങ്ങളായി മുസ്ലിം സമുദായത്തെ ലോകത്ത് നയിച്ചു വരുന്നത്. ആ നിലയിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും ശ്രദ്ധേയമായ ജനതതി അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. ഈ കേരളവും അതേ നിലപാടിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അഥവാ പാണക്കാട്ട സയ്യിദുമാരിലൂടെയും അതുപോലെയുള്ള മഹാന്മാരിലൂടെയുമാണ് കേരള മുസ്ലിങ്ങളുടെ സ്ഥാനം. അവരുടെ പിന്നിലായിരുന്നു മുസ്ലിങ്ങളുടെ പ്രവർത്തനം. ആ സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളും അതിന്റെ നാൾവഴികളും. സയ്യിദുമാരിൽ അതിപ്രധാനിയായ വരക്കൽ മുല്ലക്കോയ തങ്ങളിലൂടെയാണ് സമസ്ത രൂപീകരിക്കുന്നതും അവിടുന്ന് ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതും. പാണക്കാട്ടെ സയ്യിദുമാരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആ സ്നേഹത്തിൽ നിന്ന് സമുദായത്തെ ശക്തമായി പ്രചോദിപ്പിക്കുകയും ചെയ്ത മഹാനായിരുന്നു ഷംസുൽ ഉലമ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുപോലെ കണ്ണിയത്ത് ഉസ്താദ്. ഈ മഹാരഥന്മാർ പ്രവർത്തന രംഗത്ത് സജീവമായ ഒരു കാലഘട്ടത്തിൽ ആ പാതയെ ഭിന്നിപ്പിക്കാനും തകർത്തെറിയാനും ഛിന്ന ഭിന്നമാക്കാനും മുസ്ലിം ശത്രുക്കൾ ദൂരെ നിന്ന് മാറി നിന്ന് നോക്കി. ആ സമയത്ത് ലോകത്തെവിടെയും നടക്കാത്ത വിധത്തിൽ അനുനിമിഷം ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് കേരളമെന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ കണ്ടറിഞ്ഞു. അതിൽ മതനിരാസത്തിന്റെ ആളുകളുണ്ടായിരുന്നു, മതനവീകരണവാദികളുമുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കളായ എല്ലാവരും അങ്ങനെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സമുദായത്തെ നശിപ്പിക്കാൻ ശത്രുക്കൾ തയ്യാറാക്കുന്ന അജണ്ട അത് പുറത്തു വരുന്നത്. സമുദായ ശത്രുക്കൾ ഒരുക്കിയ ആ അജണ്ട ഇസ്ലാമിനെ തകർക്കാൻ, അറബ് ലോകത്ത് മുസ്ലിം ലോകത്തെ മുഴുവനും നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഹംഫറിന്റെ പ്രവർത്തനങ്ങളുടെ ചാരപ്രവർത്തനങ്ങളുടെ മാതൃകയിൽ തന്നെ ശത്രുക്കൾ മെനഞ്ഞെടുത്തതായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രവർത്തനത്തെയും മുസ്ലിം ഐക്യത്തെയും തകർക്കാനുള്ള പദ്ധതികൾ.
അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ദൌത്യം പിന്നീട് അതായി മാറുകയാണ്. അതാണ് നാം കേരളത്തിൽ പിന്നീട് കണ്ടുവന്നത്. സമുദായ ശത്രുക്കൾ സയ്യിദുമാരായ പാണക്കാട്ടെ പ്രഗൽഭമതികളിൽ നിന്ന്, അവരുടെ പിന്നിൽ നിന്ന് സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും മഹല്ലുകൾ മുഴുവനും മത സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് സർവരും പാണക്കാട്ടെ തങ്ങന്മാരെ അംഗീകരിച്ചുകൊണ്ടും അവരെ അംഗീകരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും കർമ്മനിരതരായി നീങ്ങുകയും ചെയ്തപ്പോൾ ഇതിനെ ഭിന്നിപ്പിക്കേണ്ടത്, ഈ സമുദായം തകർക്കാൻ അനിവാര്യമായ, അത് തകർക്കണമെങ്കിൽ ഇത് ഭിന്നിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് അവർ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് കാന്തപുരത്തെ പിടിച്ച് സമുദായ ശത്രുക്കൾ സമുദായത്തിന്റെ നേതാവാനുള്ള ത്വരയുണ്ടാക്കി കൊടുക്കുകയും സമസ്തയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാന്തപുരത്തെ ആ വിധത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് പ്രചോദിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തത്. അങ്ങനെ കാന്തപുരം മുന്നോട്ട് വന്നുകൊണ്ടേയിരുന്ന സമയത്ത് സമസ്തയിലെ നിഷ്കാമകർമ്മികളായ പണ്ഡിതന്മാരുടെ വിശ്വാസത്തെയാണ് ആദ്യം കാന്തപുരം ചോദ്യം ചെയ്തത്. ഷംസുൽ ഉലമക്കും പാണക്കാട്ടെ തങ്ങന്മാർക്കും ഈമാനിൽ പിഴച്ചു എന്നാണ് കാന്തപുരം അന്ന് പറഞ്ഞത്. എങ്ങനെയാ കാന്തപുരം പറഞ്ഞത്? ബിദ്അത്തുകാരോട് ഐക്യം സ്ഥാപിക്കുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു പാണക്കാട്ടെ തങ്ങന്മാരും അതുപോലെ ഷംസുൽ ഉലമയും. അതുകൊണ്ട് ഈ ഐക്യമില്ലാതെ, അഥവാ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു തങ്ങന്മാർക്കെന്ന്. ഇതില്ലാതെ കൃത്യമായ വരികളും വരകളും വരച്ചു കാണിച്ച് കാന്തപുരം ജനങ്ങളോട്, അഥവാ ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട പ്രവർത്തകരോട് പറഞ്ഞു തന്നു, സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രമായ ആദർശം പറയാൻ ഇവിടെ ഈ പ്രസ്ഥാനം നമുക്ക് മതിയാകില്ല, ഇതിൽ നിന്ന് പിരിഞ്ഞു പുറത്തേക്ക് പോരണം, എന്നിട്ട് സ്വതന്ത്രമായി രാഷ്ട്രീയമില്ലാത്ത, രാഷ്ട്രീയ പ്രവർത്തനങ്ങളില്ലാത്ത, രാഷ്ട്രീയക്കാർക്ക് ഓശാന പാടാത്ത, രാഷ്ട്രീയക്കാരെ കണ്ടാൽ അംഗീകരിക്കാത്ത, രാഷ്ട്രീയക്കാർക്ക് സ്റ്റേജിൽ അവസരം കൊടുക്കാത്ത, രാഷ്ട്രീയം പറയുന്നത് സമുദായത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ പോലും അവരെപ്പോലും അവഗണിച്ചും അവരെ തള്ളിമാറ്റിയും കൊണ്ട് സ്വതന്ത്രമായി പണ്ഡിതന്മാർ മാത്രം സ്റ്റേജുകളിൽ ഇരിക്കുന്ന സമ്മേളനങ്ങളും മതപ്രബോധന വേദികളും മതസ്ഥാപനങ്ങളും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കാന്തപുരത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. പക്ഷേ സയ്യിദുമാരെ, പാണക്കാട്ടെ തങ്ങന്മാരെ, ഷംസുൽ ഉലമയെ അപമാനിച്ച് രംഗത്ത് വന്ന അതേ മനുഷ്യൻ ഇന്ന് അതേ ആരോപണത്തിൽ കുടുങ്ങി ജനങ്ങൾക്ക് മുന്നിൽ മുഖം കുത്തിവീഴുകയാണ്, മുഖം കെടുകയാണ്. അതിന്റെ ഉദാഹരണമാണ്, അദ്ദേഹത്തിന് കിടന്നുറങ്ങണമെങ്കിൽ ഇന്ന് രാഷ്ട്രീയക്കാരൻ വേണം, അദ്ദേഹത്തിന് നടന്നു പോകണമെങ്കിൽ രാഷ്ട്രീയക്കാരൻ വേണം, അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ രാഷ്ട്രീയക്കാരൻ വേണം, ഉണ്ണാൻ വേണം, ഉറങ്ങാൻ വേണം, ധൈര്യമായി പുറത്തിറങ്ങി നടക്കണമെങ്കിൽ, പോലീസ് പിടിക്കാതിരിക്കണമെങ്കിലും ഇതേ രാഷ്ട്രീയ പാർട്ടി തന്നെ വേണം. അള്ളാഹു നൽകിയ ഒരു ശിക്ഷയുടെ മുഖം കെടലിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. സമുദായത്തിന്റെ മുഖ്യധാരയെ തകർത്ത് പിളർത്ത് തരിപ്പണമാക്കാൻ വന്നയാൾക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും മധുരമായ ശിക്ഷ, കാലത്തിന് കണ്ടിരിക്കാൻ പറ്റുന്ന കൗതുകമുള്ള ശിക്ഷ, ഒരിക്കലും ഒരാൾക്കും മറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശിക്ഷ. ഈ ശിക്ഷ എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കപ്പെടുന്നത്? നാം എങ്ങനെയാണ് ഈ ശിക്ഷയെ കാണുന്നത്? ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യന്റെ വിജയത്തിന് ഏറ്റവും വലിയ പ്രധാന കാരണമായി എടുത്തു കാണിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ സൂക്ഷിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നതിലൂടെയാണ്. ലോകത്ത് ഏറ്റവും വലിയ മഹാനായി തീരുകയും അല്ലെങ്കിൽ ഏറ്റവും വലിയ ആളായി കാണാൻ ഒരു വലിയ സബബായി കാണുന്നതാണ് ആസാറുകൾ സൂക്ഷിക്കുക എന്നത്. ആ വിഷയം തന്നെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടാണ് റബ്ബ് കാന്തപുരത്തെ ഏറ്റവും വികൃതമായ മുഖം കെട്ടവനാക്കി മാറ്റിയിരിക്കുന്നത്. എങ്ങനെയാത്? ഖാലിദ് തങ്ങൾക്ക് അവർ നയിച്ച എല്ലാ യുദ്ധങ്ങളിലും വിജയം കൊടുത്തു. ഒരു യുദ്ധത്തിൽ പോലും പരാജയപ്പെട്ടില്ല. ഒരു യുദ്ധമധ്യേ യുദ്ധം നിർത്തിവെച്ച് ഖാലിദ് തങ്ങൾ തന്റെ തൊപ്പി തെരയുകയാണ്. തന്റെ പഴയ കീറിപ്പറഞ്ഞൊരു തൊപ്പി തെരഞ്ഞുകൊണ്ട് പിഞ്ഞിപ്പോയൊരു തൊപ്പി തെരഞ്ഞു നടക്കുകയാണ്.
അതിന്റെ പിന്നാലെ സ്വഹാബത്തും തന്റെ അനുചരന്മാർ പിന്നാലെ പോയി നോക്കി. അവസാനം ആ തൊപ്പി കിട്ടി. എന്നിട്ട് സഹാബത്ത് ചോദിച്ചു, കൂടെയുള്ളവർ ചോദിച്ചു, ഖാലിദ് തങ്ങളെ, എന്തിനാണ് നിങ്ങൾ ഈ തൊപ്പി, ഇത്രയും പഴകിയൊരു തൊപ്പി എന്തിനാ തെരഞ്ഞതെന്ന് ചോദിച്ചപ്പോ ഖാലിദ് തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ തൊപ്പിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് സൂക്ഷിക്കുന്നുണ്ട്. ഈ ഷഅർ മുബാറക്ക് സൂക്ഷിക്കുന്നത് കൊണ്ട് സർവ്വയുദ്ധങ്ങളിലും ഞാൻ വിജയിച്ചിരിക്കുന്നുവെന്നാണ് ഖാലിദ് തങ്ങൾ പറഞ്ഞത്. എങ്കിൽ പറയട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാന്തപുരവും പറയുന്നു എന്റെ കയ്യിൽ ഷഅർ മുബാറക്കുണ്ടെന്ന്. കാന്തപുരത്തിന്റെ ഈ 6-7 വർഷത്തെ പ്രവർത്തനത്തിന്റെ നാൾവഴികൾ എണ്ണിയാൽ ഖാലിദ് തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുക. കാന്തപുരം പരാജയപ്പെട്ടതല്ലാതെ വിജയിച്ചതായി നിങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഷഅർ മുബാറക്ക് സൂക്ഷിക്കുന്നവർക്ക് വിജയമുണ്ടാകുമെന്ന് കാലം സാക്ഷിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് സാക്ഷിയാണ്, മുൻഗാമികൾ സാക്ഷിയാണ്. പക്ഷേ കാന്തപുരത്തിന് മാത്രം എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അങ്ങനെ തന്റെ കയ്യിലുള്ളത് യഥാർത്ഥമാണെങ്കിൽ കാന്തപുരം ഈ വിധത്തിൽ അപമാനിതനാവുകയും ഈ വിധത്തിൽ വിഡ്ഢിയാക്കപ്പെടുകയും ചെയ്യുമോ? കാന്തപുരത്തിന് സ്വയം ഒന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ ഇന്ന് തന്റെ മകന്റെയും തന്റെ സംഘടനാ നേതാക്കളുടെയും ബന്ധനങ്ങൾക്കുള്ളിലേക്ക് ആവേണ്ട ഒരു ഗതികേട് പോലും വന്നത് ഈ കാപട്യത്തിന്റെ പേരിലായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ജീവിതത്തിൽ ഒരുപാട് ഇൽമു കൊണ്ട് ജീവിച്ച് ലോകത്തിന് പ്രകാശം പരത്തിയ മഹത്തുക്കളിൽ അതിമഹത്വങ്ങളുള്ള വലിയ മഹാനാണ്. അവരെ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ ഖുർആൻ സൃഷ്ടിവാദവുമായി ബന്ധപ്പെട്ട് അവരെ ആക്രമിച്ചൊതുക്കി ബോധം നഷ്ടപ്പെട്ട് കിടന്നു. ബോധം തെളിഞ്ഞപ്പോ അഹ്മദ് തങ്ങൾ ചോദിച്ചു, ഞാൻ ബോധം പോയ സമയത്ത് എന്റെ വസ്ത്രം നീങ്ങി എന്റെ ഔറത്താരെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൂടി നിന്നവർ പറഞ്ഞു, ഇല്ല തങ്ങളെ, തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗവും ഔറത്ത് കണ്ടിരുന്നില്ല. വളരെ കൃത്യമായ ഔറത്ത് മറിഞ്ഞുകൊണ്ട് തന്നെയാണ് തങ്ങൾ കിടന്നതെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, എന്റെ വസ്ത്രത്തിനകത്ത് ഷഅർ മുബാറക്ക് തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ധരിക്കുന്ന കാലത്തോളം എന്റെ ശരീരത്തിൽ നിന്ന് ഔറത്ത് പുറത്ത് ജനങ്ങൾ കാണുന്ന വികൃതമായൊരവസ്ഥ വരില്ല. പരിശോധിക്കൂ കാന്തപുരത്തെ, പരിശോധിക്കൂ. ഞാൻ വിശദീകരിക്കുന്നില്ല മറ്റു ഭാഗം. ഇന്ന് പുറം ലോകത്ത് കാന്തപുരത്തെ എത്ര വികൃതമായാണ് സമൂഹം കാണുന്നത്. ഹബീബുമായി ബന്ധപ്പെട്ടുള്ള ആസാറുകൾ സൂക്ഷിക്കുന്നവർക്ക് പവിത്രതയും പുണ്യവും ലഭിക്കുമെങ്കിൽ കാന്തപുരത്തിന് മാത്രം എന്തുകൊണ്ട് ഈ അവസ്ഥ വരുന്നു? അപ്പോൾ കാന്തപുരം പറയുന്നത് സത്യമാണോ അല്ല അസത്യമാണോ എന്ന് ചിന്തിക്കാൻ ഇനി ന്യൂട്ടന്റെയും ഐൻസ്റ്റീന്റെയും ഒന്നും ബുദ്ധി ആവശ്യമില്ല. ബുദ്ധിയുള്ള ഏതൊരാൾക്കും ചിന്തിച്ച് മനസ്സിലാക്കുന്നാവുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാന്തപുരത്തിന്റെ ഈ പ്രവർത്തന ഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഈ വിഷയത്തിന് വേണ്ടി ഓടി നടന്ന ആളുകളായിരുന്നു ഞങ്ങളൊക്കെ. സംവാദങ്ങളുണ്ടായപ്പോ അദ്ദേഹത്തോടൊപ്പം സത്താർ സാഹിബിനോടൊപ്പം തൃശൂരിൽ വെച്ചും മലപ്പുറം ജില്ലയിലെ തനിയമ്പുറത്ത് വെച്ച് മറ്റൊരു സംവാദത്തിലും മധ്യസ്ഥനായിട്ടാണ് ആ പക്ഷത്തിനു വേണ്ടി സംവാദങ്ങൾ ഞാൻ ഈ വിഷയത്തിൽ മാത്രമുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ പ്രവർത്തിച്ചു നടന്ന ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ ഓരോരുത്തരും അതിൽ നിന്ന് കൂടൊഴിയുന്നത് പ്രവർത്തനം ശക്തമാക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ അകലുകയായിരുന്നു, അവിടെ നിന്ന് അടുക്കുകയായിരുന്നില്ല. അതൊരു പ്രത്യേക സമവാക്യമാണ്. കാന്തപുരത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്തോറും കാന്തപുരത്തിൽ നിന്ന് ഞങ്ങൾ അകന്നകന്നു പോവുകയായിരുന്നു. കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ വല്ലാതൊന്നും പോവേണ്ടതില്ല. കൂടെ നിന്ന് അന്വേഷിക്കാൻ തയ്യാറാവാതെ പ്രവർത്തിച്ചാൽ പോലും കണ്ടെത്തുന്ന ഒരു സത്യമാണത്. അതുകൊണ്ട് കാന്തപുരത്തിന്റെ പിന്നാലെ നിന്ന് ആ കാലഘട്ടത്തിൽ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ. ഇങ്ങനെ കാന്തപുരത്തോടൊപ്പം നിന്ന് ഈ വിഷയത്തിനു വേണ്ടി പ്രവർത്തിച്ചു നടന്ന ഒരു കാലഘട്ടത്തിൽ കാന്തപുരം കേരളത്തിൽ ഒരുപാട് പ്രബോധന പ്രവർത്തനം നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതുകൊണ്ടും അദ്ദേഹത്തെ അന്ന് വിശ്വസിച്ചതുകൊണ്ടുമാണ് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇയാളെങ്ങനെ ഒന്ന് കൊണ്ടുവന്നപ്പോ ഞങ്ങളും അംഗീകരിച്ചു കൂടെ നിന്നത്. അന്ന് ആത്മാർത്ഥമായി തന്നെയായിരുന്നു കൂടെ നിന്നത്. അങ്ങനെ കൂടെ നിന്ന് പ്രവർത്തനഘട്ടം മുന്നോട്ട് കൊണ്ടുപോയപ്പോ ഒരു ദിവസം വയനാട് ജില്ലയിലും പിന്നീട് കൊടകിലും 2 പരിപാടികൾക്ക് വേണ്ടി പോയിക്കൊണ്ടേയിരിക്കുന്നതിനിടയിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതാക്കൾ വിളിച്ചു പറഞ്ഞു,
മുടി വിഷയം വിശദീകരിക്കുന്ന സമ്മേളനങ്ങൾ ഇനി നടത്താൻ പാടില്ല, അത് നിർത്തിവച്ചിരിക്കുന്നു, ഇനി അതിന് പോകാൻ പാടില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, SKSSF നിർത്തിവെച്ചിട്ടുണ്ടോ? ഇല്ല. SKSSF അന്ന് പറയുന്നത് ഞങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തുന്ന ഈ കച്ചവടവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ വിധത്തിൽ മ്ലേച്ഛമാക്കുന്ന വിധത്തിലുള്ള ഈ പ്രവർത്തനങ്ങളും SSFും AP വിഭാഗവും നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ നിർത്തിവെക്കും വരെ ഞങ്ങൾ സമരരംഗത്തുണ്ടാകും. ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ജിഹാദാണെന്ന് SKSSF പറയുന്നു. SYSും അഥവാ SSFുകാർ ആ രണ്ട് സംഘടനകൾ പറയുന്നത് ഹബീബിനെ കുറിച്ച് എന്തു പറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങളുടെ സംഘടനയെ ജനങ്ങൾക്കിടയിൽ വികൃതമാക്കുന്ന ഒരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്നാണ് അവർ പറയാൻ തയ്യാറാവുന്നത്. അതുകൊണ്ട് എന്തു മുടി പറഞ്ഞാലും പ്രതികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന നൌഷാദ് ഹസനിയോട് ചോദിച്ചു, ഇതെന്തു ന്യായമാണ്? ഇതൊരു മതപ്രസ്ഥാനമാണ്, ഇതൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണെങ്കിൽ എന്തുകൊണ്ട് നാം ഇവിടെ നിർത്തിവെക്കുന്നു? ഇവിടെ നാം യുദ്ധം തുടരേണ്ടതല്ലേ? ഹബീബിനെതിരെ പറഞ്ഞ ഏതെങ്കിലും ശത്രുവിനെതിരെ സമരം നിർത്തിവെച്ച ചരിത്രത്തിലെ ഒരു നിമിഷം കാണിച്ചു തരാൻ കാന്തപുരത്തിന്റെ അനുയായികൾക്ക് കഴിയുമോ? ഹബീബിനെതിരെ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്ത ശത്രുക്കൾക്കെതിരെ അവർ അധിവസിക്കുന്ന പ്രദേശത്തിന്റെ നിയമം അനുശാസിക്കുന്ന പ്രവർത്തന പദ്ധതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, അതിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏതൊക്കെ സമരമുറകൾ ആവിഷ്കരിക്കാൻ കഴിയുമോ അതൊക്കെയായി മുന്നോട്ട് പോയ പാരമ്പര്യം മാത്രമേ ഈ 15 നൂറ്റാണ്ടും ലോകത്ത് കാണാൻ കഴിയൂ. അതിൽ നിന്ന് വിഭിന്നമായി ഒന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഹബീബിന്റേതെന്ന് പറഞ്ഞു കൊണ്ടുവന്ന മുടി സൂക്ഷിക്കുന്ന കാന്തപുരത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുള്ളവർ മാത്രമാണ് ഇങ്ങനെയൊന്ന് പറഞ്ഞത്. അതിൽ നിന്ന് എനിക്ക് തോന്നിപ്പോയി ഇവരിൽ തന്നെ ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകളുണ്ടെന്ന്. അങ്ങനെ അന്വേഷണം പുരോഗമിപ്പിച്ചപ്പോ അപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു, ഇതിൽപ്പെട്ട 95% ആളുകൾക്കും വിശ്വാസമില്ല. വിശ്വാസമുള്ള കുറച്ച് ആളുകളേ ഉള്ളൂ. അന്ന് ഒന്ന് കാന്തപുരം, ഒന്ന് ഞാന്, ഒന്ന് നൌഷാദ് ഹസനി, ഒന്ന് പത്തപ്പിരിയം, ഒന്ന് വഹാബ് സക്കാഫി, താഹിർ സക്കാഫി. ചിലപ്പോ കഴിഞ്ഞിട്ടുണ്ടാവും, ഹക്കീമിന് പോലും ഇല്ല. 95% ആയല്ലേ, അത്രയല്ലേ അംഗങ്ങളുള്ളൂ ഇവിടെ, 5%. അപ്പൊ ഞങ്ങൾ ഈ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കരുതിയിരുന്നു. പിന്നെ ഞാൻ അന്വേഷണവുമായി വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ജിഷാൻ മാഹിയുമായി ഞങ്ങളുടെ ആ സൗഹൃദം പഴയ കാലത്തുണ്ടായിരുന്നെങ്കിലും ഈ ഒരു ചർച്ച തുറക്കുന്നത് ജിഷാനിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഞാനും ആശ്ചര്യം കൂടി ജിഷാന്റെ പിന്നാലെ കൂടി, ജിഷാൻ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുമായി കൂടുതൽ ബന്ധമുള്ളതുകൊണ്ട് ചില സത്യങ്ങൾ പുറത്തു വരാൻ വൈകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടും ആ അന്വേഷണം ഞാൻ സ്പീഡിലാക്കി മാറ്റി. ഇവിടെ ഞാൻ ഈ സദസ്സിനൊരു പ്രത്യേകതയുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സംവാദത്തിലെ 2 കക്ഷികളുടെ മധ്യസ്ഥന്മാർ ഒന്നിച്ചിരിക്കുന്ന വേദിയാണിത്. ഇന്ന് ഞങ്ങൾ അൽഹംദുലില്ലാ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. ഏകദേശം വേദികളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നു ഇത് ഈ പ്രസ്ഥാനത്തിന്റെ ഇത് ഹക്കായ പ്രസ്ഥാനമാണെന്ന് തെളിയിക്കുന്ന സത്യമാണിത്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. മലപ്പുറത്ത് വെച്ച് സക്കാഫി സംഗമം നടത്തിയപ്പോഴും ഇതായിരുന്നു അവസ്ഥ. തനിയമ്പുറം സംവാദത്തിൽ മധ്യസ്ഥനായുണ്ടായ ആളും ഞാനും ആ വേദിയിൽ ഒന്നിച്ച്, രണ്ടാമത്തെ സംവാദത്തിലെ ആളും ഞാനും ഇവിടെ ഒന്നിച്ച്. അപ്പൊ ഇങ്ങനെ അവിടുന്ന് വിട്ടു, ആ തനിയമ്പുറം സംവാദത്തിലെ മധ്യസ്ഥനായ ബാക്കവി പോലും അവിടുന്ന് വിട്ടുപോകുന്ന ആളാണ്. ഓരോ സമ്മേളനങ്ങളും ഇപ്പൊ നോക്കുമ്പോ SKSSFന്റെയും സംസ്ഥയുടെ പണ്ഡിതന്മാരൊക്കെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ മറുപടി കാന്തപുരത്തിന് പറയുന്നത് കാന്തപുരത്തിന്റെ ശിഷ്യന്മാരാണ്. ലോക ചരിത്രത്തിൽ ഉസ്താദിന്റെ ഐബ് മറച്ചു വെക്കാന്നുള്ളതാണ് പാരമ്പര്യം. പക്ഷേ ഉസ്താദുമാര് പഠിപ്പിച്ചതിന്റെയും അപ്പുറത്ത് ഐബ് മറച്ചു വെക്കാൻ പാടില്ല എന്ന് ഉസ്താദുമാർ പഠിപ്പിച്ച ഘട്ടത്തിലേക്ക് കാന്തപുരം എത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് കാന്തപുരത്തിനെതിരെ ഇങ്ങനെ തുറന്നു പറയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, കണ്ണൂർ ജില്ലയിൽ ഇന്നലെ കാസർഗോഡും മിനിയാന്ന് കണ്ണൂരുമൊക്കെയായി എന്റെ കൂടെ തന്നെ സംസ്ഥാന SSFന്റെ സെക്രട്ടറിയും അതുപോലെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും റിസാലയുടെ എഡിറ്ററും അൽ ഇർഫാദിന്റെ എഡിറ്ററും മർക്കസ് ശരീഅത്ത് കോളേജിലെ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനും കാരന്തൂർ മർക്കസിന്റെ ഡയറക്ടറായ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിലുള്ള പൂനൂർ കോളേജിലെ മദീനത്തുന്നൂർ കോളേജിന്റെ പ്രിൻസിപ്പാളും അങ്ങനെ ഒരുപാട് 20ഓളം ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ഡോക്ടർ സലീം നദ്വി വെളിയമ്പ്ര ആ സംഘടന വിട്ട് ഔദ്യോഗികമായി നമ്മുടെ പക്ഷത്തേക്ക് വന്നു. ഇന്നലെയും മിനിയാന്നൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൃത്യമായി അദ്ദേഹം എണ്ണിപ്പറഞ്ഞു, ഹബീബിനെ വെച്ച് കച്ചവടം നടത്തുന്നവർ
പിഴച്ച ജന്മങ്ങളാണെന്ന് വരെ അദ്ദേഹം തെളിവുകൾ ഉദ്ധരിച്ച് സമർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിൽ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വേദിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വിഷയത്തിലെ ഞാനൊരു തുറന്നു പറയൽ നടത്തുകയാണ്. ഇവിടെ ഓൺലൈൻ ലൈവ് ഉണ്ടോ? ഓൺലൈൻ ലൈവ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പറയാം. ഒരു സത്യം ഇവിടെ ഞാൻ തുറന്നു പറയാണ്. ഇത്രയും കാലമായി ഞാൻ പറയാതെ വെച്ച ഒരു സത്യം ഇവിടെ തുറന്നു പറയുകയാണ്. ഈ വിവാദങ്ങളുണ്ടായി ജിഷാൻ മാഹിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു വലിയ വിവാദം നടക്കുകയും എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവന്ന് ചാനലുകളിൽ ഞാൻ നൽകുകയും ചെയ്തതിനു ശേഷം കേരളത്തിൽ ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു CD പുറത്തു വന്നിരുന്നു. ജിഷാൻ മാഹിയുടെ CD. ജിഷാൻ മാഹിയുടെ CD. ഈ CD പുറത്തു വന്ന സമയത്ത് ആ CD റെക്കോർഡ് ചെയ്തതിനെ കുറിച്ച് ജിഷാൻ മാഹി തന്നെ പറഞ്ഞിരുന്നു അത് റെക്കോർഡ് ചെയ്തത് രാമന്തളിയാണെന്ന്. ഞാനത് നിഷേധിച്ചിട്ടില്ലായിരുന്നു. അത് റെക്കോർഡ് ചെയ്തത് ഞാൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അന്ന് നിഷേധിച്ചിട്ടില്ല. പക്ഷെ അന്ന് ജിഷാൻ പറഞ്ഞിരുന്നു അത് SKSSFന് കൈമാറിയത് രാമന്തളിയാണ്, ഞാനല്ല എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാനന്ന് ഒന്നും പറഞ്ഞിരുന്നില്ല. അതിന് മറ്റേതാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതിനൊന്നും മറുപടി പറഞ്ഞിരുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അന്ന് ഈ സംഘടനയിലേക്ക് കടന്നു വരാൻ തയ്യാറായി ഈ വിഷയം SKSSFന്റെ കയ്യിലേക്ക് കൊടുക്കണമെന്ന് എന്നെ ഏൽപ്പിച്ച് അതിന് എന്നെ പ്രചോദിപ്പിച്ച് എന്റെ കൂടി മനസ്സോടെ തന്നെ എന്നെ പ്രചോദിപ്പിച്ച്, അല്ലാതെ എന്നെ ആരും കുടിക്കിയതൊന്നുമല്ല. ഞാൻ ജീവിതത്തിൽ അങ്ങനെ പറയാനും തയ്യാറല്ല. SKSSFലേക്ക് ഞാൻ വന്നത് സ്വമേധയാ വന്നതാണ്. ഒരാളുടെ പിന്തുണയും എനിക്കതിനുണ്ടായിട്ടില്ല. ഞാൻ കൃത്യമായി SKSSF നടത്തിയ സമരങ്ങളിൽ നിന്ന് പഠിച്ചു തന്നെ കടന്നു വന്നതാണ്. എന്റെ പിന്നിൽ ആരും എന്നെ നിയന്ത്രിച്ചിട്ടില്ല, എന്നെ കൺട്രോൾ ചെയ്തിട്ടില്ല. ഞാൻ സ്വതന്ത്രമായി തന്നെ ചിന്തിക്കാൻ എനിക്ക് അല്ലാഹു തൗഫീക്കും ബുദ്ധിയും തന്നിട്ടുണ്ട്. എന്റെ ബുദ്ധി കുതിരവട്ടത്തല്ല. അങ്ങനെ എന്നെ ഈ വിഷയത്തിൽ പിന്തുണച്ചുകൊണ്ട് നൗഷാദ് ഹസനി കൂടി പറഞ്ഞു ഇത് നമുക്ക് SKSSFകാർക്ക് കൊടുക്കണം. SKSSF ഇത് കേരളത്തിൽ പറയട്ടെ. നമ്മൾ പറഞ്ഞാൽ ആവുന്നതിനേക്കാൾ അധികം കേരളത്തിലെ വേദികളിൽ എത്തിക്കാൻ കഴിയുക ഈ CD കൈമാറുന്നതോടെ SKSSFനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സത്താർ സാഹിബിനെ ഞാൻ കണ്ടു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ സംവാദമാണ് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ആ സംവാദത്തിന് ശേഷം സുഹൃത്തുക്കളായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ സംഘടന പഠിപ്പിച്ച വ്യക്തി മഹാത്മ്യം അല്ലെങ്കിൽ വ്യക്തിത്വം, നിങ്ങളുടെ സംഘടന പഠിപ്പിച്ച വ്യക്തിത്വത്തിന്റെ പവിത്രത കൊണ്ടാവാം അദ്ദേഹവുമായി സൗഹൃദം കൂടുന്നത് ഒരിക്കലും നഷ്ടം വരുത്തില്ലെന്നും വ്യക്തിപരമായി നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിബന്ധം തുടർന്നിരുന്നു. അത് ഈ പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റിയായിട്ട് ഞാൻ കാണുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സത്താർ സാഹിബിന്റെ കയ്യിലേക്ക് വളരെ ആദരവോടെ ബഹുമാനത്തോടെ ആ CD കേരള ചരിത്രത്തിലെ ഒരു ടേണിംഗ് പോയിന്റായി മാറിയ CD ഞാൻ സത്താർ സാഹിബിന്റെ കയ്യിലേക്ക് കൊടുത്തു. സത്താർ സാഹിബ് അത് സ്വീകരിച്ചു. അത് കേരളത്തിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതിപ്പോ ഇവിടെ പറഞ്ഞു. ഇതിൽ ഞാനും നൗഷാദ് ഹസനിയും തുല്യ പങ്കാളികളാണെന്ന് കൂടി ഇവിടെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് ആ നൗഷാദ് ഹസനിക്ക് ഇന്ന് സംഭവിച്ച എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ദുആ ചെയ്യുക. രോഗങ്ങളും മാനസിക പ്രയാസങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അള്ളാഹു എല്ലാവരെയും കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യും. അങ്ങനെ അതിനുശേഷം കേരളത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ നിലയിലും നൗഷാദ് ഹസനി പൂർണ്ണ പിന്തുണ നൽകിയതിന്റെ എല്ലാ രേഖകളും വെച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് കൊടുക്കാൻ ആരുടെ കയ്യിൽ കൊടുക്കണം, സംഘടനയിൽ ആരുടെ കയ്യിലാണ് കൊടുക്കാൻ ഏറ്റവും നല്ലത് എന്നൊക്കെ നൗഷാദ് ഹസനി എന്നോട് സംസാരിച്ചത് എന്റെ മൊബൈലിലുണ്ട് പൂർണ്ണമായി. അതെന്റെ മൊബൈലിന്റെ ഒരു ഫെസിലിറ്റിയാണ്. ഞാനത് ഓട്ടോമാറ്റിക്കായി നടക്കുന്നതാണ്. അതവിടെ റെക്കോർഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഉണ്ടെന്ന് ഹസനിക്കും അറിയാം. അത് ഞാനിവിടെ തുറന്നു പറയുന്നു. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ആ ചെയ്ത കർമ്മം ഒരു തെറ്റായി തോന്നുന്നില്ല എന്ന് മാത്രമല്ല അത് അഭിമാനത്തോടെയാണ് ഞാൻ ഇന്ന് ഓർക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കർമ്മങ്ങളിലും അതിപ്രധാനപ്പെട്ട ഒന്നായി ഞാൻ ഇതിനെ കാണുന്നു. അൽഹംദുലില്ലാഹ് ലക്കൽ ഹംദു യാ അല്ലാഹ്. അപ്പൊ ഇങ്ങനെ ഈ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച സമയത്ത്, ഒന്നിച്ച് പ്രസ്ഥാനത്തിലേക്ക് വരാൻ തീരുമാനിച്ച സമയത്ത് പേരോടിന്റെയും പൊന്മളയുടെയും കാന്തപുരത്തിന്റെയും ഈ പ്രസ്ഥാനത്തിലുള്ള പലർക്കും ഇതിൽ വിശ്വാസമില്ല എന്നും ബോധ്യപ്പെട്ടപ്പോഴാണ് ശക്തമായി തന്നെ മുന്നോട്ട് വരാൻ തീരുമാനമായത്. അതിന്റെ ഭാഗമാണ് നേരത്തെ ഇവിടെ പറഞ്ഞ, നേരത്തെ നിങ്ങളിവിടെ കേട്ട, ഇവിടെ നേരത്തെ കേട്ടു
മാതൃഭൂമി പത്രത്തിലൂടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരളം മുഴുവൻ ഇത്തരമൊരു പ്രചരണം നടത്തിയ കാന്തപുരം, പണം പിരിച്ച കാന്തപുരം, ജനങ്ങളിൽ നിന്ന് 25,000 രൂപ മുസല്ലക്ക് വേണ്ടി പിരിക്കുകയും അതിന്റെ പരസ്യം സിറാജിൽ കൊടുക്കുകയും ചെയ്ത കാന്തപുരം മാതൃഭൂമി ആഴ്ച പതിപ്പിന് ഒരു അഭിമുഖം നൽകി. ഈ അഭിമുഖത്തിൽ കാന്തപുരം മാതൃഭൂമിക്കാരോട് പറഞ്ഞു, മാതൃഭൂമിയുടെ പ്രതിനിധികളോട് പറഞ്ഞ സത്യങ്ങൾ ലോകത്തിനു മുന്നിൽ ഇന്ന് വെളിച്ചത്ത് വന്ന ഏറ്റവും വലിയ സത്യവും കാന്തപുരം പറഞ്ഞ ഏറ്റവും വലിയ കളവുമാണ്. ഈ കളവ് മതി കാന്തപുരം ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാവല്ല എന്ന് തെളിയിക്കാൻ. കേട്ടോളൂ കാന്തപുരത്തിന്റെ വരികൾ. അങ്ങനെയായിരുന്നെങ്കിൽ തിരികേശ വിവാദത്തിലേക്ക് താങ്കൾ പോകാൻ പാടില്ലായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് കാന്തപുരത്തിന്റെ മറുപടിയാണ്, ഞങ്ങൾ ഒരു വിവാദത്തിലേക്കും പോയിട്ടില്ല. ഞങ്ങളിവിടെ മർക്കസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവരാണ്. മർക്കസ് കൊത്തിക്കോരി കളയേണ്ടതാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ ആരും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. പ്രവാചകന്റെ കേശം എന്നത് വെറും നാടൻ കേശമല്ല, അല്ല എന്ന് ഞങ്ങൾക്കും ഉറപ്പുണ്ട്. അത് തിരുകേശം തന്നെയാണ്. അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ പറയുന്നത് മാത്രമാണ്. സൂക്ഷിച്ചു എന്നല്ലാതെ ഞങ്ങൾ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. നിങ്ങൾ നിർബന്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലെ പ്രവർത്തകരെ പിടിച്ച് നിർബന്ധിച്ച് ഈ പ്രാവശ്യം ബസ്സിന് കൂലിയും കൊടുത്താണ് കൊണ്ടുപോയത്. കാന്തപുരം കളവ് മാത്രമേ പറയാറുള്ളൂ എന്ന് ഇത് വായിക്കുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാവും. എന്നിട്ട് കാന്തപുരം വീണ്ടും പറയുകയാണ്, നോട്ടീസ് അടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല. കാന്തപുരം പറയാണ്, ഈ കേശത്തിന്റെ പേരിൽ ഒരു നോട്ടീസ് അടിച്ചിട്ടില്ല, ഒരു പ്രചരണം നടത്തിയിട്ടില്ല. വെള്ളിലയിലും പരിസരത്തും മലപ്പുറത്തും തൃശൂരും കണ്ണൂരും കേരളത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയകൾ മുഴുവനും കാന്തപുരം നടത്തിയത്, ഇതിന്റെ പേരിൽ കാന്തപുരത്തിന്റെ വിഭാഗവും കാന്തപുരം നേരിട്ടും പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും കാന്തപുരം പറയുന്നു, നോട്ടീസ് അടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരു കൂട്ടർ തിരുകേശത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇവിടെ ആരും വഹാബികളല്ലാതെ ആരും തിരുകേശത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് തിരുകേശമല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. തിരുകേശത്തെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല. തിരുകേശം യഥാർത്ഥ ഷഅർ മുബാറക്കിന്റെ മഹത്വം ഇവിടെ വിളിച്ചു പറയുന്നവർ സമസ്തയുടെ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രബോധകരും പ്രസംഗകരും അതിന്റെ ഉപസംഘടനകളുമാണെന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. കാന്തപുരം എന്തെങ്കിലും കൊണ്ടുവന്ന് അത് തിരുകേശമാണ് അല്ലെങ്കിൽ അത് തിരുപൊടിയാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ മാത്രം തിരുമണ്ടന്മാരല്ല കേരളത്തിലുള്ളതെന്ന് കാന്തപുരം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തോട്. എന്നിട്ട് കാന്തപുരം പറയാണ്, കാന്തപുരത്തോട് അടുത്ത ചോദ്യം വരികയാണ്, താങ്കളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പലരും അതിനെ കാണുന്നത്. തിരുകേശം സൂക്ഷിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കുക, അതിനെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നിങ്ങനെ. അപ്പൊ കാന്തപുരത്തിന്റെ മറുപടി കേട്ടോളൂ, അങ്ങനെയൊന്നും ഞങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. തിരുകേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇത് പറയുന്നത് സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ഈ നാട്ടിലെ SSFകാരുണ്ടെങ്കിൽ അവരോട് ഞാൻ ചോദിക്കുകയാണ്, കാന്തപുരം പറയുന്നു ഞങ്ങൾ ഒരു പിരിവും നടത്തിയിട്ടില്ല എന്ന്. നിങ്ങൾ ഈ നാട്ടിൽ 1000 രൂപയുടെ റെസീറ്റും കൊണ്ടുപോയി നിങ്ങളുടെ പ്രവർത്തകരും അല്ലാത്തവരുമായി എത്ര ആളുകളോട് പിരിവ് നടത്തിയിട്ടുണ്ട്? ബഹുമാന്യരായ പാണക്കാട്ടെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വാളക്കുളത്തെ അസ്ലം സക്കാഫി എന്ന വ്യക്തിയെ പറഞ്ഞയച്ചിട്ടാണ് 1000 രൂപയുടെ പിരിവ് നടത്തിയതെന്ന് അന്ന് തന്നെ ഫോട്ടോ എടുത്ത് കാണിച്ചു. ആ ഫോട്ടോയിൽ തങ്ങളുടെ എതിർഭാഗത്തുള്ള ആളുടെ പേരാണ് അസ്ലം സക്കാഫി. എന്നിട്ട് കാന്തപുരം പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു പിരിവ് എടുത്തിട്ടില്ല. എന്നാൽ കാന്തപുരം മാന്യമായി ആ 1000 രൂപ തിരിച്ചു കൊണ്ടുകൊടുക്കൂ. അതുപോലെ ഒരു കൗണ്ടറിട്ട് ഓരോ പ്രദേശത്തും കൗണ്ടറുകൾ സ്ഥാപിച്ച് നിങ്ങൾ വാങ്ങിയവർക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കൂ. എന്നിട്ട് കാന്തപുരത്തിന്റെ ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം, ഞങ്ങൾ തിരുകേശത്തിന്റെ പേരിൽ ഒരു പിരിവും നടത്തിയിട്ടില്ല. എന്റെ കയ്യിൽ, എന്റെ വലത് കൈയിലുള്ളത് കാന്തപുരം പിരിവ് നടത്തിയ റെസീറ്റാണ്. 1000 രൂപയുടെ റെസീറ്റാണ് എന്റെ വലത് കൈയിൽ. എന്റെ ഇടത് കൈയിൽ കാന്തപുരം പറഞ്ഞ മാതൃഭൂമിയിലെ അഭിമുഖമാണ്. എന്റെ പ്രിയപ്പെട്ട SSFകാരോട് ചോദിക്കട്ടെ, എന്റെ വലതു കൈയിലുള്ളതാണോ കാന്തപുരം പറഞ്ഞ സത്യം, അല്ല എന്റെ ഇടത് കൈയിലുള്ളതാണോ കാന്തപുരം പറഞ്ഞ സത്യമെന്ന് വ്യക്തമാക്കി തരാൻ SSFകാർക്ക് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ആഖിറം നേടാനാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായ വഴി ഈ 2 മതി. കാന്തപുരത്തിന്റെ കൂടെ നിൽക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കില്ല. അല്ലെങ്കിൽ അവന്റെ മനസ്സ് സമ്മതിക്കില്ല, വിശ്വാസം അനുവദിക്കില്ല. മനസ്സിന്റെ ഉള്ളറകളിൽ എവിടെയെങ്കിലും വിശ്വാസത്തിന്റെ തരിമ്പെങ്കിലും ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ
ഇറങ്ങിപ്പോരാൻ, രാജിവെച്ചു പോരാൻ ആണത്തത്തോടെ, നെഞ്ചുറപ്പോടെ, നെഞ്ചൂക്കൂടെ സത്യത്തിന്റെ പക്ഷത്ത് നിലകൊള്ളാൻ വേണ്ടി മാത്രം അതിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടുന്ന സമയമാണിത്. ഇതാ എന്റെ വലത് കൈയിൽ കാണുന്നത് നിങ്ങൾ നടത്തിയ പിരിവിന്റെ റെസീറ്റാണ്, നിങ്ങളുടെ കാന്തപുരം അടിച്ചതാണ്. എന്നെ പോലെയുള്ള സാധാരണക്കാർ, വെള്ളിലെയുള്ള സാധാരണ പ്രവർത്തകർ പിരിവ് നടത്തിയതിന്റെ കൂപ്പണാണിത്. ഇവിടെയുള്ള മുഹമ്മദിനും അഹമ്മദിനും നിങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്, പല സ്ത്രീകൾക്കും കുടുംബത്തിലെ പലർക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളുടെ നേതാവ് കാന്തപുരം പറയുന്നു ഞങ്ങളൊരു പിരിവ് നടത്തിയിട്ടില്ല എന്ന്. ഈ മാതൃഭൂമി വരുന്നതിന് മുമ്പ് തന്നെ കാന്തപുരത്തിന്റെ കളവ് പറയാനുള്ള സ്വതസിദ്ധമായ ശൈലിയും കഴിവും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് രാജിവെച്ചു പോകുന്നത്. വീണ്ടും ഇതാ എന്റെ കയ്യിൽ അതിന്റെ തെളിവ് കിടക്കുകയാണ്. കാന്തപുരം വീണ്ടും പറയട്ടെ, ഞങ്ങൾ പള്ളി ഉണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇന്ത്യയിലാകമാനം 2000 പള്ളി ഞങ്ങൾക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മളിപ്പോ അന്വേഷിക്കുന്നില്ല, അന്വേഷിച്ചാൽ ആ പള്ളിയുടെ കണക്കുണ്ടാവില്ല. അടുത്ത് വീണ്ടും കാന്തപുരത്തോടൊരു ചോദ്യം, തിരുകേശ പള്ളിയൊന്നൊരാശയം ഇല്ലെന്നാണോ എന്നാണ് കാന്തപുരത്തോടുള്ള ചോദ്യം. അപ്പൊ കാന്തപുരത്തിന്റെ മറുപടി, അങ്ങനെ ഒരു പള്ളിയില്ല, അങ്ങനെ ഒരു പള്ളിയില്ല. കാന്തപുരാണ് പറയുന്നത്. ഈ റസീദിന്റെ പിന്നിലുള്ള ചിത്രത്തിൽ ആ പള്ളിയുടെ ചിത്രം കാണുന്നു. ഇന്നലെ മർക്കസിൽ, 2 ദിവസം മുമ്പ് മർക്കസിൽ നടന്ന നിങ്ങളുടെ ശുദ്ധജല വിതരണ പദ്ധതി ഉണ്ടല്ലോ, ആ വിതരണത്തിനിടയിൽ നിങ്ങൾ വെള്ളം വിതരണം ചെയ്യുന്ന പ്രദേശത്ത് പല ബാനറുകളിലും ഈ പള്ളിയുടെ ഫോട്ടോ കണ്ടിരുന്നു. ഇത് താജ്മഹലാണോ? അല്ല നിങ്ങളുടെ ഷറേ മുബാറക് എന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പള്ളിയാണോ? പറയാൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക്. എന്നിട്ട് കാന്തപുരം പറയാണ് ഞങ്ങൾ അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന്. കാന്തപുരത്തിന്റെ ഈ അസത്യവും അബദ്ധവും നിറഞ്ഞ കാന്തപുരത്തിന്റെ വാദത്തെ നിങ്ങൾ SSFന്റെ പ്രവർത്തകർ ചിന്തിച്ചു നോക്കണം. എന്തെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ, താരിഖ് സഖാഫിയോട് നേരിട്ട് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കംപ്ലൈന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. കണ്ണിന്റെ കംപ്ലൈന്റ് അല്ല, സത്താർ സാഹിബിനെ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങളെ നാട്ടുകാരൻ മഞ്ചേരിക്കാരൻ തന്നെയാണെങ്കിലും എനിക്കറിയാം ആ കഥയുടെ പിന്നാമ്പുറം എന്താണെന്ന്. അങ്ങനെ വിട്ടുമാറിപ്പോരാൻ കഴിയാതെ ആരെങ്കിലും സത്യം ബോധ്യപ്പെട്ടിട്ടും കണ്ണിന്റെ തകരാറായി കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണിന്റെ തകരാറല്ല, കച്ചവടത്തിന്റെ തകരാറാണത്. താഹിർ സഖാഫിക്ക് നോളജ് സിറ്റിക്ക് മുന്നിൽ ചുക്ലിയിലെ കുറെ സുഹൃത്തുക്കളോടൊപ്പം കുറച്ച് സ്ഥലമുണ്ട്. അത് കച്ചവടാവാതെ വരുന്നതിന്റെ ഭയമാണ് ആ മനുഷ്യനെ സത്യം ബോധ്യപ്പെട്ടിട്ടും തിരിച്ചു വരാൻ അനുവദിക്കാത്തത്. അതൊരു താരിഖ് സഖാഫിയുടെ അനുഭവമല്ല, ഇതുപോലെയുള്ള പലരും അനുഭവമാണത്. നമുക്ക് കച്ചവടത്തിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് സുഖമായി പോരാൻ പറ്റി. എനിക്ക് പിന്നെ ആകെ ഉണ്ടായ കച്ചവടം CD കച്ചവടമാണ്. അങ്ങനെയാണ് ആരോപണം. പേരോട് പറയാം അങ്ങനെയാണ്. എനിക്കുണ്ടായ കച്ചവടം CD കച്ചവടം. അപ്പൊ ഇനി ഇവിടെയും നടക്കുമല്ലോ, അതിനവിടെ തന്നെ കൂടണമെന്നില്ലല്ലോ. ആരാ പറയുന്നത്? പേരോട്. ലോകത്തെ ഏറ്റവും വലിയ CD കച്ചവടത്തിന്റെ രാജാവാണ് പറയുന്നത് ഞാൻ CD കച്ചവടക്കാരനാണ്. ഞാൻ ആ വില കുറഞ്ഞ ആരോപണത്തിനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല. കാരണം അയാൾ ഒരു മുഷാവറ മെമ്പറാണെന്ന് അയാൾ പറയുന്നത്. ഏതിന്റെ? സമസ്ത മുഷാവറ. സമസ്ത എന്നായിരിക്കും പറയാം. ഇവിടെ സമസ്ത കേരള പുലയ മഹാസഭ ഉണ്ട്. അതിനാരെങ്കിലും സമസ്തയെ അംഗീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വന്തം ആരെങ്കിലും പറയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സമസ്ത മുഷാവറയിലെ 26ാമത്തെ 25ാമത്തെ വലിയ മുഹ്ദിസായ പണ്ഡിതനാണ് അയാള്. അയാളതിൽ മുഹദ്ദിസായിട്ടാണ് അറിയപ്പെടുന്നത്, മുഹദ്ദിസല്ല. അങ്ങനെയുള്ളൊരു വലിയ പണ്ഡിതൻ എന്ന് പറയുന്ന ആൾ, ആ മനുഷ്യൻ, അയാൾക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം അയാൾ പറയും, പിന്നെ അയാൾ ചിന്തിക്കും എന്താ ഞാൻ പറഞ്ഞത്. CD കച്ചവടത്തെ കുറിച്ച് അയാൾ പറഞ്ഞ വാക്കുകൾ ഓർത്ത് ഞാൻ ചിരിച്ചിട്ടുണ്ട് പലപ്പോഴും. ഞാൻ അതിനുശേഷം വെറുതെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഇങ്ങനെ ശ്രദ്ധ കൊണ്ടുപോയി. ഒരു ദിവസം ഞാൻ ഓൺലൈൻ പ്രസംഗം കേട്ടപ്പോ ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചു. വെറുതെ റെക്കോർഡ് ചെയ്ത്, ഒരു കൗതുകത്തിന് റെക്കോർഡ് ചെയ്തതാണ്. അപ്പൊ അവസാനമായപ്പോ മൂപ്പരെ പ്രസംഗത്തിൽ പറയാണ്, മജ്ലിസുകൾ ഇങ്ങനെയല്ല വേണ്ടത്, ഇൽമിന്റെ മജ്ലിസാവുമ്പോ ഇതുപോലെ ഒന്നും ആവാൻ പറ്റൂല എന്നാ മൂപ്പര് പറഞ്ഞത്. എന്നിട്ട് മൂപ്പര് മജ്ലിസിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുത്തു. സെന്ററിലൂടെ ഒരു ലൈൻ വേണം, ഇങ്ങനെ നടന്നു പോകാൻ പറ്റണം. ബാക്കിൽ, എല്ലാ കസേരന്റെയും ബാക്കിൽ ഒരാൾക്ക് നടക്കാനുള്ള സ്ഥലം. അപ്പൊ എന്തിനാണ് അത്ര ഇത്? മൂപ്പര് വിശദീകരിക്കുകയാണ്. സംഘാടകർക്ക് വെള്ളമോ മറ്റോ നിങ്ങൾക്ക് കൊണ്ടുതരണമെങ്കിൽ എങ്ങനെ? ഇവിടെ വന്നാൽ തന്നെ ശരിക്കും ചിലപ്പോൾ വെള്ളം കിട്ടൂല സ്റ്റേജിലിരുന്നാൽ. സാധാരണ പ്രഭാഷകരെ നമ്മുടെ സംഘടന എന്നല്ല, അവിടെയും അത് അവരെ പണി ഇതൊന്നുമല്ലല്ലോ, ജനങ്ങൾക്ക് ഇൽമു പകർന്നു കൊടുക്കല്ലേ. അപ്പോ സംഘാടകർ എന്ത് ചെയ്യാണ്? സദസ്സിൽ വന്നവർക്കൊക്കെ വെള്ളം വിതരണം ചെയ്തെന്താ? ശുദ്ധജല വിതരണം ഞങ്ങളെ മർക്കസിലുള്ള ഓരോ നാട്ടിൽ തന്നെയാണോ പരിപാടി? അപ്പൊ അതിന് അവസരം ഉണ്ടാവണം. എന്നിട്ട് പിന്നെ പറയാം മുമ്പര്, പിന്നെ അതുപോലെ CD വല്ലതും കൊണ്ടുതരണമെങ്കിൽ വരാനുള്ള വഴി
എന്നിട്ട് മൂപ്പര കഴിഞ്ഞിട്ട് പറയാണ്, എന്റെ അവിടുത്തെ CD ഇവിടെയുണ്ട്, ഇവിടുത്തെ CD അവിടെയുണ്ട്, അവിടുത്തെ ഇവിടുത്തെയും CD ഇവിടെയും കിട്ടും, ഇനിയും വരാൻ പോകുന്ന CD വേറെയും കിട്ടും. ഇങ്ങനെ CD കച്ചവടം ചെയ്തൊരു മനുഷ്യനാണ് എന്നെപ്പറ്റി CD കച്ചവടക്കാരനാക്കുന്നത്. എന്ത് നാണം കെട്ട ഏർപ്പാടാണ്! ഇത്രമേൽ ചിന്തിക്കാതെ സംസാരിക്കുന്ന ഒരു പ്രഭാഷകന് കേരളത്തിലുണ്ടാവില്ല പേരോടിനെ പോലെ. കാരണം അതുകൊണ്ടാണ് പേരോട് ആദ്യം പറഞ്ഞു സനത് വേണം, പിന്നെ പറഞ്ഞു സനത് ഇവിടെയുണ്ട്, പിന്നെ സനത് ഉസ്താദിന്റെ കയ്യിലുണ്ട്, പിന്നെ സനത് അബൂദാബിയിലുണ്ട്, പിന്നെ പറഞ്ഞു അടിരേഖ വേണ്ട, പിന്നെ പറഞ്ഞു സനത് കിട്ടിയാലും ഇല്ലെങ്കിലും വേണ്ടില്ല, എനിക്കിത് വിശ്വാസമാണ്. ഇത് ഈ മനുഷ്യൻ ചിന്തിക്കാതെ പ്രസംഗിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. എന്നിട്ട് കാന്തപുരത്തിലേക്ക് തന്നെ തിരിഞ്ഞു പോവാം, നമുക്ക് സമയമില്ലല്ലോ, സമയം കുറവാണ്. അതുകൊണ്ട് കാന്തപുരം വീണ്ടും പറയാണ്, കാന്തപുരത്തിന്റെ പ്രഭാഷണത്തിലെ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലെ മാസ്റ്റർ പീസാണ് കളവ് പറയാന്നുള്ളത്. ഇപ്പോ ഞാനിങ്ങനെ പഠിച്ചു നോക്കിയിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. കാന്തപുരം 3 കാര്യത്തിനാണ് വായു തുറക്കാറുള്ളത്. 1 ഭക്ഷണം കഴിക്കാൻ, 2 കളവ് പറയാൻ, 3 പിരിവ് നടത്താൻ. ഈ 3 അല്ലാത്തൊരു കാര്യത്തിന് മൂപ്പര് വായു തുറക്കാറില്ല. എന്നിട്ടാ പറയുന്നത് ഞാൻ പിരിവ് നടത്തിയിട്ടില്ല. ആ കാന്തപുരത്തിന്റെ കേട്ടോളൂ ബാക്കി കൂടി. എന്നിട്ട് കാന്തപുരം പറയാണ്, കാന്തപുരത്തോട് അടുത്ത ചോദ്യം, ആ തിരികേശ പള്ളിയിൽ താങ്കൾക്ക് മക്ബറ ഒരുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മൂപ്പര് മറുപടി, പള്ളികളെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. അതന്നെ തെറ്റാണ്. നിങ്ങളടക്കം പലരും സംശയിക്കുന്നത് പോലെയുള്ള ഉദ്ദേശങ്ങളൊന്നും ഞങ്ങൾക്കില്ല. തിരികേശം ഇപ്പോൾ ഇവിടെ മർക്കസിലുണ്ട്. അതിന്റെ പേരിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടിയൊന്നും ഞങ്ങൾ നടത്തുന്നില്ല. പ്രത്യേകിച്ച് ഒരു പരിപാടി നടത്തുന്നില്ല കാന്തപുരം പറയാണ്. അപ്പൊ മിനിയാന്ന് നടത്തിയ പരിപാടി എന്താണ്? അത് മർക്കസിലെ സർക്കസ് ആണോ? അത് പ്രത്യേകിച്ച് പരിപാടിയൊന്നല്ലേ? എന്തിനാണ് ഈ കളവ് പറഞ്ഞ് ജീവിക്കുന്നത്? SSFകാരൻ ചിന്തിക്കൂതാ, ഈ സാധനം ഈ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ മർക്കസ് കിട്ടുന്നതാണ് എന്നുള്ളത്. ഈ ചുവപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ. ഇതിന്റെ പേരിൽ ശൂന്യാകാശത്തൊരു ശിലാസ്ഥാപനം, നേരത്തെ സത്താർ സാഹിബ് പറഞ്ഞ 3ാം വാർഷികമാവാൻ പോകുന്ന ആ ഒരു വഞ്ചനയുടെ കഥ പറയുന്ന ഏറ്റവും വലിയ തെളിവാണിത്. അന്ന് നിങ്ങളെ നേതാക്കൾ എനിക്ക് തന്ന ബാഡ്ജാണിത്. ഈ ബാഡ്ജ് അന്നൊരു പരിപാടി നടത്തിയതിന്റെ തെളിവാണ്. അതുകൊണ്ട് SSFകാരോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ വലത് കൈയിലുള്ളത് നിങ്ങളുടെ കാന്തപുരം നടത്തിയ ഇതിന്റെ പേരിൽ നടത്തിയ ഒരു പരിപാടിയുടെ ബാഡ്ജാണ്. മറുഭാഗത്ത് കാന്തപുരം പറഞ്ഞ മാതൃഭൂമിയും പിടിച്ച് ചോദിക്കട്ടെ, ഇതിൽ കാന്തപുരം പറഞ്ഞ കളവേതാ? ഇതിൽ കാന്തപുരം പറഞ്ഞ കളവേതാ? പറയാൻ ബാധ്യതയില്ലേ നിങ്ങൾക്ക്? എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ കാന്തപുരത്തിനിടയിൽ പറയാണ്, ഞങ്ങൾ ഒരു പിരിവ് നടത്തിയിട്ടില്ല, പള്ളി ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, അങ്ങനെ ഒരു പള്ളിയില്ല, പള്ളികൾ പലതും ഉണ്ടാവും, അതിലേതെങ്കിലും ഒന്നിൽ തിരികേശം സൂക്ഷിച്ചു എന്ന് വരാം. നാണുണ്ടോ മനുഷ്യനിങ്ങനെ പറയാൻ? റെയിൽവേ സ്റ്റേഷനിൽ പോയ അനൗൺസ്മെന്റ് കേൾക്കും, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ട്രെയിന് അരമണിക്കൂർ ലേറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്, യാത്രക്കാർക്ക് അനുഭവിച്ച ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പോലും അത്രത്തോളം നല്ല ക്ലാരിറ്റിയുള്ള അനൗൺസ്മെന്റ് നടത്തും. എന്നാ പിന്നെ പള്ളി ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ ജനങ്ങളോട് ക്ഷമ ചോദിച്ചൂടെ മനുഷ്യന്? റെയിൽവേ സ്റ്റേഷനെങ്കിലും കണ്ടുപിടിച്ചൂടെ നിങ്ങൾക്ക്? ഇത്രത്തോളം നിങ്ങൾ ഇന്ത്യൻ റെയിൽവേന്റെ നിലവാരം പോലും ഇല്ലാതായി പോയോ? ഈ ഒരു പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കുന്ന കാലത്തോളം സമുദായത്തിന് ആപത്താണത്. അതുകൊണ്ട് ആ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഇൻഷാ അല്ലാഹ് ഒരു 5 കൊല്ലം സമയം തരൂ, കാന്തപുരം വിഭാഗത്തിന്റെ കുറ്റി ഇവിടുന്ന് അറ്റുപോകുന്നത് നിങ്ങൾക്ക് കാണാം ഇൻഷാ അല്ലാഹ്. സക്കാഫിമാരുണ്ട്, അതിൽ നിന്ന് വന്നവരുണ്ട്, പിന്നെ എന്നെ പോലെ സക്കാഫ്രീമാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടൊന്ന് ആഞ്ഞു പിടിച്ചാൽ കാന്തപുരത്തിന്റെ മർക്കസ് അടക്കം പലതും ഇവിടെ കടപുഴകി വീഴുന്നത് കാണാം. നേരത്തെ പറഞ്ഞില്ലേ, കസ്തൂരി രംഗം വന്നത് വളരെ നല്ല പരിപാടിയായി. അതിലിപ്പോൾ അത് ഉൾപ്പെട്ടിട്ടുണ്ട്, നോളജ് സിറ്റി. ഇനി ആ ബിൽഡിംഗ് അങ്ങനെ ആയി വന്നാൽ നല്ല പച്ച കളറുള്ള ബിൽഡിംഗ് കാണാം, വളരെ സന്തോഷമായി. പച്ചനോടായിരുന്നല്ലോ പണ്ട് വെറുപ്പുണ്ടായിരുന്നത്. ഏതായാലും കസ്തൂരി രംഗന് ആ ഭാഗം മാത്രമെങ്കിലും കയറി പിടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. എനിക്ക് സംശയമുണ്ട് അതിന്റെ ഇടയിൽ ചിലപ്പോൾ അത് കാന്തപുരം കൊണ്ടുവന്നത് തന്നെയാണോ എന്ന് സംശയമുണ്ട്. കാന്തപുരാണ്. കസ്തൂരി രംഗനോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയല്ലേ, എന്നാൽ എന്റെ ഈ പ്രദേശവും പെടുത്തിക്കഴിഞ്ഞാൽ മൂപ്പർ ഇപ്പോഴുള്ള പ്രവർത്തനത്തിൽ നിർത്തിവെച്ചാൽ എല്ലാ പൈസയും ഇവിടെ തീർക്കാലോ. കാന്തപുരത്തിന്റെ ബുദ്ധിയാണ്. നമ്മൾ കാണുന്നതിനപ്പുറത്ത് അദ്ദേഹം കാണും കച്ചവടത്തിൽ. ഈ കച്ചവടക്കാരെക്കാൾ വലിയ കച്ചവടക്കാർ SKSFന്റെ നേതാവാണ് സത്താർ സാഹിബ്. സത്താർ സാഹിബിനൊന്നും അറിയില്ല ഈ SKSFകാരായ നിങ്ങൾക്കറിയോ കച്ചവടം എങ്ങനെയാണ്? കച്ചവടം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? SSF ഒരു 40ാം വാർഷിക ആഘോഷിച്ചു. എന്താ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്? 40 കോടി. പിന്നെ പെട്ടിവരവ്. എന്ത് പെട്ടിവരവാണ്? വലിയ പെട്ടിവരവ്. ഈ കാന്തപുരം തന്നെ പെട്ടിവരവിന്റെ ഒരു ഐക്കണാണ്, ഒരു മാതൃകയാണ്.
ഇനിയൊരു പെട്ടിവരവിന്റെ ആവശ്യം അവിടെ ഇല്ല, മൂപ്പര് വന്നാൽ മതി. പിന്നെന്താണ്, ഇതൊക്കെ നടത്തിയിട്ട് ചീരണി കൊണ്ടുവരിക. എങ്ങനെ? ഒരു കുമ്പിൾ പഞ്ചസാര. നമ്മൾ ഓരോരുത്തരും വീട്ടിന്റെ മുന്നിൽ വന്നു, എന്നിട്ട് സംഘടനയില്ല, രാഷ്ട്രീയമില്ല, ബിദ്അത്തില്ല, നിറവ്യത്യാസമില്ല, ഒരു വ്യത്യാസവും ഈ വിഷയത്തിലില്ല. ഏത് വീട്ടിലും പോയി ഒരു കുമ്പിൾ പഞ്ചസാര സ്വരൂപിക്കണം. എന്നിട്ട് കൊണ്ടുവന്ന് യൂണിറ്റ് കമ്മിറ്റി ചാക്കിലാക്കുക. ആ ചാക്ക് സെക്ടർ കമ്മിറ്റി കൊടുക്കുക, സെക്ടർ ഡിവിഷൻ കമ്മിറ്റി കൊടുക്കുക. എന്നിട്ടത് വിൽക്കുക, പൈസ ഉണ്ടാക്കുക. എന്നിട്ടത് സ്റ്റേറ്റ് കമ്മിറ്റിക്കോ വേണ്ടപ്പെട്ടവർക്കോ വിതരണം ചെയ്യുക. ഈ കച്ചവടങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇത്ര വലിയ ബുദ്ധി നിങ്ങൾക്ക് എന്താ? ഇതിന്റെ രഹസ്യം നിങ്ങൾക്കറിയോ? അരിയാണ് വാങ്ങിയതെങ്കിൽ പല കളറും വരും, പഞ്ചസാര ഒറ്റ കളറേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കറിയാത്ത കണക്കും കഥകളും എല്ലാ കച്ചവടവും പഠിച്ച കൗമാണിത്. ഇവരുടെ ഈ കച്ചവട മനസ്ഥിതി സമുദായത്തെ നശിപ്പിക്കാനുള്ള കച്ചവട. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് SSFന് നല്ല ഫുൾ ഫോം ചെയ്ത് പറ്റും, ഷുഗർ സ്റ്റുഡൻസ് ഫെഡറേഷൻ. ആ കോളേജിൽ പോയാൽ വേണമെങ്കിൽ അർത്ഥം മാറ്റി വെക്കുകയും ചെയ്യാം. പ്രൊഫഷണൽ മീറ്റൊക്കെ നടത്തുന്ന കാലമല്ലേ നിങ്ങള്. അപ്പൊ പഞ്ചസാര സംഘടനയെ നിങ്ങൾ മാറ്റിക്കോളി. മതസംഘടന നിങ്ങൾ പറയരുത്. പിരിച്ചുവിട്ടൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ആയിക്കോളൂ. അതിനുള്ള എല്ലാ യോഗ്യതയും നിങ്ങൾക്കുണ്ട്. അതിന് പറ്റുന്ന നല്ല മാസ്റ്റർ അംബാസഡർ കാന്തപുരമുണ്ട്. ലോകത്തെവിടെയും കച്ചവടത്തിന് പറ്റുന്ന മാതൃകയാണ് അദ്ദേഹം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തിയ ഏറ്റവും വലിയ കച്ചവടക്കാരനാണല്ലോ ഇത്. കച്ചവടം നടത്തിയ കച്ചവടക്കാരനല്ലേ അദ്ദേഹം. നടത്തിയ കച്ചവടം ഞാൻ ചുരുക്കുകയാണ്. അദ്ദേഹം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു മുടി കൊണ്ടുവന്നു. ഈ മുടിയെ കേരളത്തിൽ പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, സനദ് എന്റെ കയ്യിലുണ്ട്. തുമാനീനത്തിനു വേണ്ടി ഞാനിവിടെ കൂടിയ 5000-ഓളം പണ്ഡിതന്മാരുടെ മുന്നിൽ വായിച്ചു കേൾപ്പിക്കുന്നു. അങ്ങനെ വായിച്ചു കേൾപ്പിക്കുകയാണ് അദ്ദേഹം. എന്താ വായിക്കുന്നത്? ഒരു 45 ആളുകളുടെ പേരുള്ള സനദ്. ആ സനദായത്. ഈ സനദിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതുകൂടാതെ സനദുകൾക്ക് സനദിന്റെ പേരിൽ കാന്തപുരം എന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ അയാളെ സനദ് പോയിട്ടുണ്ട്. കാന്തപുരം ഞങ്ങളെ കൊണ്ട് തനിയമ്പുറത്ത് വെച്ചൊരു ചോദ്യം ചോദിപ്പിച്ചു. എന്താ ചോദ്യം? വെല്ലൂരിലെ ഷഹർ മുബാറക്കിന് സനദുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഞങ്ങൾ സാധുക്കൾ അന്ന് കാന്തപുരം ഷഹർ മുബാറക്കിന് വേണ്ടിയല്ലേ എന്ന് കരുതിയിട്ട് അവിടെ ചോദിച്ചു. പക്ഷെ ഞങ്ങളെ നിഷ്കളങ്കത കൊണ്ട് അള്ളാഹു ഞങ്ങളെ കാത്തു. എനിക്ക് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞു. രക്ഷപ്പെടാത്തവർക്ക് ഇനിയും അവസരമുണ്ട്, വേണമെങ്കിൽ കയറി വരാം, നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് സജീവമാവും, സംസ്ഥയുടെ പാതയിൽ നിൽക്കാം. പക്ഷെ കാന്തപുരത്തെ കൊണ്ട് എന്ത് ചെയ്യിച്ചു? അള്ളാഹു അതേ സ്ഥലത്ത് അതേ വെല്ലൂരിൽ സനദിന്റെ പേരിൽ തന്നെ കാന്തപുരത്തിന്റെ മുഖം കെടുത്തി. ഇത് പറഞ്ഞ കാന്തപുരം കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് 2 ആഴ്ച മുമ്പ് നടന്ന വെല്ലൂരിലെ ബാക്കയാത്തിലെ സനദ് ദാന സമ്മേളനത്തിന് കാന്തപുരം പോയപ്പോ കാന്തപുരത്തിന്റെ മുഖം അവിടുന്ന് കിട്ടു. കാന്തപുരം വലിയ ഉഷാറായിട്ട് പറഞ്ഞു, സനദ് കൊടുക്കാൻ ഞാൻ വരാം, ഒരുപാട് കുട്ടികൾക്ക് സനദ് കൊടുക്കുന്ന ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് മൂപ്പര അനുയായികൾ. ആദ്യം മൂപ്പര് ചെയ്യുന്നൊരു പണിയുണ്ട്. പണ്ടൊക്കെ ഞാനൊരു പ്രഭാഷകൻ, പേര് പറയുന്നില്ല, അയാൾ റേഡിയോയിൽ അയാളെ പ്രഭാഷണം വരാൻ വേണ്ടി എന്നെ കൊണ്ടൊക്കെ ഒരിക്കൽ പോസ്റ്റ് കാർഡിൽ അങ്ങനെ കത്തെഴുതിച്ചിരുന്നു. റേഡിയോ. അപ്പൊ നല്ല പ്രഭാഷകനാണ്, അദ്ദേഹത്തിന്റെ പ്രഭാഷണം വേണം. അപ്പൊ സുഭാഷിതത്തിൽ മൂപ്പര പരിപാടി അങ്ങനെ വരികയും ചെയ്തു. 500 ആളുകൾ കത്തയക്കല്ലേ. അപ്പൊ ഇവർക്ക് തോന്നി, ഇത്രത്തോളം നല്ല ആള്, ഒറ്റൊരാള് കാർഡ് വാങ്ങിക്കൊടുത്ത് അയപ്പിച്ചതാണ്. അതുപോലെ കാന്തപുരം വെല്ലൂർക്കാരോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിച്ചു. വെല്ലൂരുള്ളവർ ആ സാധുക്കൾ വിശ്വസിച്ചു. പക്ഷെ അതിന് തൊട്ടുമുമ്പ് അൽ-ഇർഫാദിലൂടെയും അല്ലാതെയും ലേഖനേതിയുണ്ടെന്ന് വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത് നടത്തുന്നത് തബ്ലീഗുകാരാണെന്ന് ലേഖനേതി ആളും കൂടിയാണ് അയാളുടെ സംഘടന. എന്നിട്ട് സനദ് കൊടുക്കാൻ വേണ്ടി മൂപ്പര് പോകുന്നതിന് മുമ്പ് ബാക്കയാത്തിലെ ഈ പ്രാവശ്യം സനദ് വാങ്ങുന്ന 140ഓളം കുട്ടികൾ പറഞ്ഞു, കാന്തപുരമാണ് സനദ് തരുന്നെങ്കിൽ ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് ആ സനദ് വേണ്ട, കാന്തപുരാണ് തരുന്നതിൽ ഞങ്ങൾക്ക് ആ സനദ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദുമാര് പറഞ്ഞു, എന്നാ അയാൾ വേണ്ട, അയാൾ അധ്യക്ഷനായ യോഗത്തിൽ പോയിട്ട് അയാൾ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് പോലും ഞങ്ങൾക്ക് സനദ് വേണ്ട എന്ന് പറഞ്ഞപ്പോ ഉസ്താദുമാര് ചിന്തിച്ചു, ഇത്രത്തോളം കുട്ടികൾ ഐക്യകണ്ഠേന ഇങ്ങനെ പറയാൻ എന്താ കാരണം? അപ്പൊ അവർക്ക് മനസ്സിലായി ഇയാൾ സ്വീകാര്യനല്ല. അപ്പൊ രണ്ടാമത്തെ ദിവസമാണ് ഇത് നടക്കേണ്ടിയിരുന്നത്. ഒന്നാമത്തെ ദിവസം കോടതിയിലൊക്കെ ഉണ്ടാവില്ലേ ചില വിധികൾ വന്നാൽ, അല്ലെങ്കിൽ ജാമ്യം കൊടുക്കുമ്പോൾ എന്താ പറയാ, ഇന്ന താലൂക്കിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയും പ്രതിനോട്. അതുപോലെ കാന്തപുരം ആ നാട്ടിൽ ഇല്ലാത്ത ദിവസം സനദ് കൊടുക്കാൻ തീരുമാനമായി. ഒന്നാമത്തെ ദിവസം വെല്ലൂർ പ്രദേശത്ത് അയാൾ ഉണ്ടാവരുത്, ആ നിലയിൽ ഒരു ഷെറും അവിടെ ഉണ്ടാവരുത്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസ് ആവണം എന്നർത്ഥം. ആ നിലയിൽ കാന്തപുരം അവിടെ ഇല്ലാത്ത ദിവസം തന്നെ കൃത്യമായി
നല്ല പണ്ഡിതന്മാരുടെ കൈകൾ കൊണ്ട് സനത് കൊടുത്തു. അയാളുടെ മുഖം കെട്ടു. വെല്ലൂരിലെ സനതാണ് മൂപ്പര് കളിയാക്കിയത്. ഷെയർ മുബാറക്കിന്റെ സനദിനെയാണ് ചോദിപ്പിച്ചത്. അവിടെ വെച്ച് കുട്ടികൾ മറ്റൊരു സനത് ഇയാൾക്ക് കൊടുത്തു. അപ്പൊ ഞങ്ങൾ ആ കുട്ടികളെ, കാന്തപുരത്തിന്റെ ശിഷ്യന്മാരായ ഞങ്ങൾ ആ കുട്ടികളെ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു നിങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. ആ കാന്തപുരം അവിടെ മുഖം കെട്ട് വീണു, ഒന്നുമല്ലാതായി. എന്നിട്ട് ഈ മനുഷ്യൻ പിറ്റേ ദിവസം നമ്മൾ ഒരാൾ ഇങ്ങനെ അപമാനിച്ചാൽ 146 കുട്ടികളെ അപമാനിച്ചത്. ഇയാൾക്ക് എവിടെ ഉളുപ്പുണ്ടാവാനാ? 4 ലക്ഷം ആളുകളോട് പൈസ വാങ്ങിയിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ ആളല്ലേ. പിന്നെ 146 മുപ്പർക്ക് വലിയ വിഷയ. എന്നിട്ട് ഈ മനുഷ്യൻ പിറ്റേ ദിവസം പിന്നെയും മീറ്റിങ്ങിന് പോയി. എന്നിട്ട് അധ്യക്ഷം വഹിച്ചു, യോഗത്തിൽ പങ്കെടുത്തു. പടച്ചോനെ, ഈ മനുഷ്യനെങ്ങാനും കാട്ടിലേക്ക് പോയാൽ അവിടെ തൊലിക്കട്ടിയുള്ള മൃഗങ്ങൾ പലതുണ്ട്. അവര് 2 കാരണങ്ങൾ പറയും. ഒന്നുകിൽ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവാ, അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോവാ. നിങ്ങളെ തൊലിക്കട്ടിയേക്കാൾ ഞങ്ങൾക്കില്ല തൊലിക്കട്ടി എന്ന് മൃഗങ്ങൾ പോലും പറഞ്ഞു പോവും. നാണമില്ലാതെ അവിടെ പോയിരുന്നു ഈ മനുഷ്യൻ. ഇതൊരു പണ്ഡിതനാണോ? ഇങ്ങനൊരു പണ്ഡിതൻ അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ കേരള ചരിത്രത്തിൽ? സമസ്തയുടെ എത്ര മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, സമസ്തയുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ശൃംഖല ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ട്, ആ ശൃംഖലയിൽ ഈ കാന്തപുരത്തെ അല്ലാതെ, അല്ലെങ്കിൽ കാന്തപുരത്തോടൊപ്പം പൊന്മളിയും പേരോടിനെയുമല്ലാതെ മറ്റൊരു പേരിവിടെ എണ്ണുന്നില്ലല്ലോ. എന്താ കാരണം? മഹത്വം കൊണ്ടാണോ? സ്വന്തം സമുദായം തന്നെ എതിർക്കുക. അപ്പൊ പറയും നേരെ റസൂലുള്ളാഹി തങ്ങളിലേക്കാ കയറുക, വണ്ടി വേറെ വിടുക അവിടത്തേക്കാ. റസൂലുള്ളാഹി തങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുക. സ്വഹാബികളിൽ നിന്ന് ശത്രുക്കൾ റസൂലുള്ളാഹി തങ്ങൾക്കുണ്ടായിരുന്നോ? ഖുറൈശികൾ എന്നല്ല ഉണ്ടായത്. ഇത് നിങ്ങളുടെ സംഘടനയിൽ തന്നെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. പൊന്മള എന്താ പറഞ്ഞത്? കാന്തപുരം കൊണ്ടുവന്ന മുടിയടക്കം പലതും വ്യാജമാണെന്നും. പൊന്മളയാണ് ഇംഗ്ലീഷ് വാക്ക് റോങ് എന്നുള്ള പദം കേരളത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കാൻ കാരണക്കാരനായതിന്റെ പേരിൽ ആർക്കെങ്കിലും ഓക്സ്ഫോർഡ് ഡിക്ഷണറി വക എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പൊന്മളക്ക കൊടുക്കുക, റോങ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ. അത്രയേറെ റോങ് പരിപാടി എന്ന് കാന്തപുരം തന്നെ റോങ് ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആ നിലയിൽ കാന്തപുരത്തിന്റെ അനുയായികളെ കൊണ്ട് പറയിച്ചത് പൊന്മളയാണ്. കൂടെയുള്ളവർക്ക് പോലും വിശ്വാസമില്ല. കാന്തപുരത്തിന്റെ പുത്രനും മരുമക്കൾ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ കാന്തപുരം അതിനുവേണ്ടി വായിച്ച സാധനാണിത്. എന്നിട്ട് ഇതിൽ പറയുന്ന 2 പേരുണ്ട്, ചുരുക്കുകയാണ്. മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല. ഈ ഇക്ബാൽ ജാലിയവാലയാണ് ഇദ്ദേഹത്തിന് മുടി കൊടുത്തു എന്നാ പറയുന്നത്. അയാൾ പാരമ്പര്യമായിട്ടാണ് അയാൾക്ക് കിട്ടിയത് എന്നും പറയുന്നത്. പക്ഷെ അയാളോട് ഞാൻ അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, പക്ഷെ എന്റെ പിതാക്കളിലൂടെ പ്രപിതാക്കളിലൂടെയാണ് കിട്ടിയത്. അപ്പൊ ഞാൻ ഈ സനത് കാണിച്ചു കൊടുത്ത് ചോദിച്ചു, ഇതിൽ 2ാമതൊരാളുടെ പേരുണ്ടല്ലോ, ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു ചെല്ലേണ്ട ബോംബെയിലുള്ള ഒരാളെ പേരാ. ഇയാളുടെ പേര് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അങ്ങനെ ഒരാളെ എനിക്കറിയില്ല. ഞാൻ ഉടനെ തന്നെ ഈ കാന്തപുരത്തിന് മുടി കൊടുത്ത ഈ ബോംബെക്കാരനായ ഒരു സഖാഫിയുണ്ട്, ആരിഫ് ബറക്കാത്തിനോട് ചോദിച്ചു. അയാളുടെ അടുത്ത് പോയി ചോദിച്ചു, ഇങ്ങനെ കാന്തപുരത്തിന് ഈ സനത് കൊടുത്തിട്ടില്ല എന്നാണല്ലോ പറയുന്നത്, പിന്നെ എങ്ങനെ ഇത് വന്നു? അപ്പൊ അയാൾ പറഞ്ഞു, സനത് ചോദിക്കാൻ എന്നെ ഏൽപ്പിച്ചു, 2 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞു ജാലിയവാലക്ക്. കാന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാനത് പറഞ്ഞു. അതിന് തയ്യാറില്ലാതെ വന്നപ്പോ 5 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴും തയ്യാറായില്ലാതെ വന്നപ്പോ കാന്തപുരത്തെ അറിയിച്ചപ്പോ കാന്തപുരം എന്നോട് പറഞ്ഞു, ബോംബെയിൽ ആരുടെയെങ്കിലും കയ്യിൽ ഈ മുടിയുടെ സനത് ഉള്ള മുടി ആരെങ്കിലും ഷെയർ മുബാറക്ക് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് അതിന്റെ സനത് വാങ്ങിക്കൊണ്ട് തന്നാൽ മതി, ഞാൻ ശരിയാക്കിക്കോളാം. അങ്ങനെ ഇയാൾ തെരഞ്ഞു കണ്ടുപിടിച്ച അവസാനം ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞ ഒരാളെ കണ്ടെത്തി. ഈ ആരിഫ് ബറക്കാത്തി ജാലിയവാലയുമായി ഒരു ബന്ധവുമില്ലാത്ത ആ മനുഷ്യനെ കൊണ്ടുവന്ന് അയാളുടെ കയ്യിലുള്ള സനത് വാങ്ങിച്ച് കാന്തപുരത്തിന് അയച്ചു കൊടുത്തു. അയാൾക്കറിയില്ലായിരുന്നു കാന്തപുരത്തിന് അയച്ചു കൊടുക്കാനാണെന്നുള്ളത്. ഞാൻ നേരെ ഈ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയുടെ അടുത്ത് പോയിട്ട് ഈ സനത് വെച്ച് അയാളോട് ചോദിച്ചു, ഈ സനത് ആരതാണ്? ജാലിയവാലിന്റെ പേര് കാണിക്കാതെ. അപ്പൊ അയാൾ പറഞ്ഞു, ഇതെന്റെ സനതാണ്. വീണ്ടും ഞാൻ ചോദിച്ചു, ഇയാളുടെ നേരെ മുകളിലുള്ള ജാലിയവാലിന്റെ പേര് കാണിച്ചു കൊടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കങ്ങനെ ഒരാളറിയില്ല, താഴെയുള്ളത് എന്റേതാണ്, മേലെയുള്ള ആളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എനിക്ക് ബന്ധമില്ല. പക്ഷെ കാന്തപുരം എന്താ പറയുന്നത്? ജാലിയവാലക്ക് നിങ്ങൾ കാണുന്ന സനതാണത്. ജാലിയവാലക്ക് 2, 3 അതാ. ഈ ജാലിയവാലക്ക് സനത് കൊടുത്തു, ജാലിയവാലക്ക് ഷെയർ കൊടുത്തു എന്ന് പറയുന്ന ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി പറയുന്നു, എനിക്ക് അയാൾ അറിയ പോലുമില്ല എന്ന്. ഒരു കണക്കുകൊണ്ട് ഞാനത് ബോധ്യപ്പെടുത്തി തരാം. ഇന്ന് ജാലിയവാലക്ക് 70 വയസ്സുണ്ട്.
ഇന്ന് 70 വയസ്സുള്ള ജാലിയവാലക്ക് രണ്ടാമത്തെ പേരിലുള്ള ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്നയാൾ 40 വർഷം മുമ്പാണ് ഈ മുടി കൊടുത്തത് എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. ഇവർ പറയുന്ന ചരിത്രം ജാലിയവാല പറയുന്നത് 40 കൊല്ലം മുമ്പ് കിട്ടിയെന്നാണ്. പക്ഷെ 40 കൊല്ലം മുമ്പ് കൊടുത്തു എന്ന് പറയുന്ന ഈ സംഭവത്തിൽ കൊടുത്തു എന്ന് പറയുന്ന ഈ സയ്യിദ് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിക്ക് സത്യത്തിൽ ഇന്ന് 27 വയസ്സ് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് കണക്ക്? 70 വയസ്സുള്ള ആൾക്ക് 40 കൊല്ലം മുമ്പ് ഈ മുടി കൊടുത്ത ആൾക്ക് ഇന്ന് 27 വയസ്സേ ഉള്ളൂ. ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം? ഇതാണ് കാന്തപുരത്തിന്റെ മാസ്മരിക കണക്ക്. ഞാൻ കാന്തപുരത്തിന്റെ അനുകൂലികളായ SSFകാരോട് ചോദിക്കുന്നു, ഈ സനത് മാത്രം മുന്നിൽ വെച്ചൊരു പഠനം നടത്താം, മറ്റെല്ലാം പരന്ന് ചർച്ച വേണ്ട. തൽക്കാലം ഇനി എന്ത് വന്നാലും റെഡിയാണ്, ഒന്ന് ചുരുക്കിയെന്ന് മാത്രമേ ഉള്ളൂ, അതിനൊക്കെ റെഡിയാണ്. അതോടൊപ്പം ഇത് മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തിയിട്ട് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇത് പൂർണ്ണമായും വ്യാജമാണെന്ന് തെളിയിച്ചു തരാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ തയ്യാറുണ്ടോ? വെള്ളിയിലുള്ള SSFകാർക്ക് പണ്ടൊക്കെ കുറച്ച് ആത്മാഭിമാനമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളിയിലെ ഫൈസിയുള്ള കാലത്ത് അദ്ദേഹം തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുപോയത്. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗ്ഗപൂന്തോപ്പാക്കി നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് കുറച്ച് ആത്മാർത്ഥമൊക്കെ ഉണ്ടായിരുന്നു. കാന്തപുരത്തെ തെറ്റിദ്ധരിച്ചിട്ടിൽ നിന്നുപോയതാണ്. അദ്ദേഹം എന്ന സുന്നത്ത് ജമാഅത്ത് പറയാറുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എതിരാണ് ഇന്ന് പൂർണ്ണമായി നിങ്ങൾ. അതുകൊണ്ട് അയാളുടെ പാതയും നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഇങ്ങനെ ഒരു സനത് വ്യാജമായി ഉണ്ടാക്കിയത് വെള്ളിലെ മുഹമ്മദ് ഫൈസിയുടെ മുന്നിലാണ് കൊണ്ടുവച്ചത് കൊടുത്തതെങ്കിൽ മരണം മദീനയിൽ വെച്ച് ഹബീബിന്റെ അടുത്ത് ആവണമെന്ന് ആഗ്രഹിച്ച വെള്ളിലെ ഫൈസി ഈ കള്ളത്തരത്തെ പിന്തുണക്കില്ല എന്ന് ഉറപ്പാണ്. നിങ്ങളെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ടാവും, ആദർശത്തിന്റെ പക്ഷത്തായിക്കൊണ്ട് ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചില്ലേ, അതുപോലെ കൂടിയിട്ടുണ്ടാവും. പക്ഷേ ഈ സത്യാവസ്ഥ ഇതുപോലെയുള്ള സനതുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സത്യാവസ്ഥ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം വെള്ളിലെ മുഹമ്മദ് ഫൈസിക്കുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെയൊരു ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്കെതിരെ ഏറ്റവും ഏറെ ശബ്ദിച്ച് SKSSFന്റെ വേദിയിൽ കയറി വന്ന് നിങ്ങൾക്കെതിരെ ധർമ്മസമരം നടത്തുന്നത് ആ മനുഷ്യനാകുമായിരുന്നു. അതുകൊണ്ട് ഈമാനിന്റെ അംശമുണ്ടെങ്കിൽ ചിന്തിക്കുക. ആരോടെങ്കിലുള്ള വാശി അല്ലെങ്കിൽ SKSSFന്റെ നേതൃത്വത്തോടുള്ള വിരോധം കൊണ്ട് നിങ്ങൾ വല്ലാതെ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല. ആഖിറം നഷ്ടപ്പെടും എന്നല്ലാതെ വേറെ ഒന്നും ലഭിക്കാനില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട SSFകാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഈമാനിന് അനിവാര്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളെപ്പോലെ വികാരം കൊണ്ട ആളെന്നെയായിരുന്നു ഞാൻ. ഇങ്ങനെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതുപോലെ സത്താർ സാഹിബ് പറഞ്ഞ പോലെ വെല്ലുവിളി വരുമ്പോൾ കത്തെഴുതി കൊടുത്ത് സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട് ഞാൻ, ശരിയാണ്. പക്ഷേ അന്ന് വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നു, ഇവിടെ നിന്ന് വെല്ലുവിളി മറുഭാഗത്തേക്ക് നടത്തുമ്പോ മറുഭാഗത്തുള്ള പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദുമാർ ദാരിമി വിളിക്കുന്നു, അതുപോലെ അഷ്റഫി വിളിക്കുന്നു, സത്താർ സാഹിബ് വിളിക്കുന്നു, അമീദ് ഫൈസി വിളിക്കുന്നു, എല്ലാവരും വെല്ലുവിളികളുടെ മാലപ്പടക്കാണിപ്പോ. യൂണിറ്റിലെ പ്രവർത്തകർ പോലും വെല്ലുവിളിക്കുന്നു. അപ്പൊ SSFകാരന്റെ മറുപടി, ഞങ്ങൾ സംവാദം നടത്താറില്ല എന്നാ. നിങ്ങൾ പിന്നെ ഇത്രയും കാലം അമ്മി ഒത്താനുണ്ടോ എന്ന് ചോദിച്ച് നടന്നത് പിന്നെ എന്തിനായിരുന്നു? മറന്നുപോയോ? നിങ്ങൾ മറന്നുപോയോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട SSFകാരോട് സൂചിപ്പിക്കാനുള്ളത്, ഒരു കാലഘട്ടത്തിൽ ഏത് വേദിയിൽ നിന്നായാലും എന്തും ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ വെല്ലുവിളിച്ചിരുന്നു. ഇപ്പൊ അതും മുട്ടി. വഹാബ് സക്കാഫിനോട് ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങളോട് കുറച്ച് സംശയം ചോദിക്കണം, റെക്കോർഡ് ചെയ്തോട്ടെ. മൂപ്പരും റെക്കോർഡ് ചെയ്യാതെ ആണെങ്കിൽ വന്നോളിയും. അപ്പൊ പറഞ്ഞല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടിയാണ് മൊബൈലിൽ ചെയ്യാൻ. ലാസ്റ്റ് സമ്മതം കൊടുത്തു. അപ്പൊ ഒരു ഡിമാൻഡ്, നിങ്ങൾ ഒറ്റയ്ക്ക് വരണം, വേറെ ഒരാളെ കൂട്ടാൻ പാടില്ല. മൂപ്പരെ വീട്ടിലേക്ക് 100 കണക്കിന് ആളുകളോട് സംസാരിക്കുന്ന ആൾക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണം. എന്താ, ചായ കൊടുക്കാനുള്ള മടിയുണ്ടോ? അല്ല ആദർശത്തിലുള്ള പേടിയുണ്ടോ? ആ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് SSFന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ ഇതിനൊന്നും മറുപടി പറയാൻ നിങ്ങൾ ഇനി വേറെ നാളെ ചിലപ്പോൾ മറുപടിയായിട്ട് വരും. ദാരിമി എന്തിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. മറുപടിക്ക് വന്ന ആള് പറയാന്താണ്, ഞങ്ങൾ ഉസ്താദ് കാശ്മീരിൽ പോയി, എന്നിട്ട് ഇതാ കണ്ടോളൂ, ഞങ്ങൾ ഉസ്താദിന്റെ പിന്നിൽ തോക്കും പിടിച്ച ഒരാള്, മുന്നിൽ പട്ടാളം, സൈഡിൽ പോലീസ്. എന്ന് ഞാൻ പറയട്ടെ, സമസ്തന്റെ പണ്ഡിതന്മാരെ പിന്നിൽ ഞാൻ കണ്ടത് ഔലിയാക്കളെയാണ്. മുന്നിലും പിന്നിലും അവർക്ക് തണലായി, മുന്നിലും തണലായിട്ട് പിന്നിലും കാവല്, ചുറ്റും കാവലായി ഔലിയാക്കളെ തണലിൽ കണ്ടത്.
പോലീസും പട്ടാളവും കാവലുള്ള 2 വിഭാഗത്തെ കണ്ടിട്ടുണ്ട്. ഒന്ന് രാഷ്ട്രീയക്കാർ, അവർ മന്ത്രിമാരും മറ്റും ആവുമ്പോൾ ഉണ്ടാവുന്നതാണ്. രണ്ടാമത് കണ്ട വിഭാഗം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, പലരും കൊണ്ടുപോകും, നമ്മൾ ബസ്സിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ പോയത് ഇത് വലിയൊരു കാര്യമാണ്. ഇവിടെ മുടി ചോദിക്കുമ്പോൾ എന്തിനാ നിങ്ങൾ കാശ്മീരിൽ കാന്തപുരം പോയി എന്ന് പറയേണ്ട ആവശ്യം? എന്നാ പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുകൂടായിരുന്നു എന്തിനാ പോയത്. ഞങ്ങൾ ഉസ്താദിന്റെ സീമന്തപുത്രൻ അബ്ദുൽ ഹക്കീം അസ്ഹരി 2ാം കല്യാണം കഴിച്ചത് കാശ്മീരിൽ നിന്നാണ്, അതിൽ 3 കുട്ടികളുണ്ട്, അവരെ കാണാൻ പോയതാണെന്നും കൂടി പറഞ്ഞുകൂടെ നിങ്ങളുടെ പ്രസംഗത്തിൽ? അതെന്തിനാ മാറ്റി വെക്കേണ്ട ആവശ്യം? കാശ്മീർ പറയുമ്പോ എന്റെ SSFകാരാ, ആ സത്യം കൂടി നിങ്ങൾ പറയണം. കല്യാണം കഴിക്കുന്ന മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, അതും കൂടി പറഞ്ഞോളി. മരിയോളെ കാണാൻ പോയാന്ന് പറഞ്ഞാൽ പോരെ? അത് ഈ സമുദായത്തിന് കേൾക്കേണ്ട എന്താവശ്യമാണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ ആരാ? പുതിയാപ്പള മുസ്ലിയാരാണോ കേരളത്തിലെ? അതുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രവർത്തകരായ SSFകാരോട് അഭിമാനമുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഒരു പേപ്പർ എടുക്കുക, വെള്ളപ്പേപ്പർ. ആ വെള്ളപ്പേപ്പറിൽ നിങ്ങൾക്ക് 2 കർത്തവ്യങ്ങൾ നിർവഹിക്കാം. ഒന്നുകിൽ ഒരു വെള്ളപ്പേപ്പർ എടുത്ത് SKSSFന് 2 SKSSF വെള്ളില ഏത് യൂണിറ്റാണ്, യൂണിറ്റ് കമ്മിറ്റിയുടെ പേരെഴുതിയിട്ട് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചൊരു വെല്ലുവിളി. അതിന് നെഞ്ചുറപ്പില്ല എങ്കിൽ ആ വെള്ളപ്പേപ്പർ എടുത്ത് SKSSF എന്ന് മാറ്റി 2 SSF ഇന്ന യൂണിറ്റ് കമ്മിറ്റി, ഈ പ്രസ്ഥാനത്തിൽ ആദർശമില്ലാത്തതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് എഴുതിയിട്ട് കത്ത് കൊടുക്കുക. ആ വെള്ളക്കടലാസിൽ അങ്ങനെ 2 പണിയിൽ ഏതെങ്കിലും എടുക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.